ഗോസിപ്പാണ്. മോഹൻലാൽ 3000-ലധികം പെണ്ണുങ്ങളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഒരു പാർട്ടി നടന്നിട്ടുണ്ട് എന്നൊക്കെ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ ആ ഒരു കാര്യം ഈ നേരെ ചൊവ്വ എന്ന് പറയുന്നത് എനിക്കൊന്ന് മനോരമയ്ക്കകത്താണെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു ഇന്റർവ്യൂവിനകത്ത് ചോദിച്ചപ്പം മോഹൻലാൽ അത് വളരെ എന്തൊക്കെ തമാശ എന്നുള്ള രീതിയിൽ എടുക്കുകയും മോഹൻലാൽ പറഞ്ഞു 3000 അല്ല അതിൽ പുറത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഗോസിപ്പുകളാണെന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം കളഞ്ഞിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരത്തി അതാണ് ഏറ്റുപിടിച്ച് സംസാരിക്കുന്നത്. അതങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഇവർക്ക് ലിറ്ററലി നേരിട്ട് ഒരനുഭവം ഇവർ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇതിനകത്തിരിക്കുന്ന ആ ഒരു പുള്ളി പറഞ്ഞു മീനു അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, അത് ഗോസിപ്പ് കാര്യമാണെന്നാണ് മോഹൻലാൽ തന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. അതിന് പുള്ളിക്കാരത്തേക്ക് പറയാൻ മറുപടിയില്ല. ഇപ്പൊ ഈ 60 പെൺകുട്ടികൾ പരാതിയുമായി വരുമ്പോ ആ പരാതികളിൽ സൂപ്പർ താരങ്ങളും പെടുന്നുണ്ട് എന്ന് മിനുവിന് ബോധ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ പറഞ്ഞ ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട്. മിനുന് എന്താ തോന്നുന്നത്? ആയിരിക്കാമെന്ന് പറഞ്ഞാൽ പറയാനൊരു ചെറിയ പേടിയുണ്ടല്ലോ. ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തുന്ന ആളിന് കയ്യിൽ കിട്ടിയ വിവരങ്ങൾ തുറന്നു പറയാനൊരു ചെറിയ ഭയമുണ്ടോ? എനിക്ക് പറയുന്നതിന് കുഴപ്പം. ഇപ്പൊ എനിക്ക് സംഭവിച്ചെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞായിരുന്നേ. പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്നും സംഭവിക്കാൻ പാടില്ല. അത് ഓർത്തിട്ടാ, കുട്ടിയുടെ സേഫ്റ്റി ഓർത്തിട്ടാ. ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, മോഹൻലാൽ ആണോ എന്ന് ചോദിച്ചപ്പം ആയിരിക്കാമെന്ന്. വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്, അലിഗേഷനാണ് ഇവർ സംസാരിക്കുന്നത്. കാര്യം ഒരു ബോധവും വിവരവും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്ന് വിളിച്ച് പറയരുത്. കാര്യം ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവം നേടിയിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയാണോ എന്ന് പറയേണ്ടത്. ഇവർ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ്. ലിറ്ററലി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഇത്രയും കേസുകളായിട്ട് വന്നേക്കുന്ന വേറെ ആര് പോയി ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്? ഇവരുടെ ഫേസ് പോലും ബ്ലർ ആവുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താ ശരിക്കും മനസ്സിലാവേണ്ടത്? ഇവർ പറയുന്നത് മുഴുവനും കള്ളത്തരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവർക്ക് ശരിക്കും ഇവരുടെ ഇൻറ്റൻഷൻ എന്താണ്? ഈ ഒരു വിഷയത്തിൽ ഇവരുടെ ഇൻറ്റൻഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ പറയുന്നത് ഫിലിം ഇൻഡസ്ട്രി മൊത്തത്തിൽ തുടച്ച് നീക്കിയിട്ട് നല്ല ആൾക്കാർ വരട്ടെ, ഇനി നല്ലവരെ വേണം ഇനി അതിനകത്ത് ഇരിക്കാൻ എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മളെല്ലാവരും മണ്ടന്മാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇവർ സത്യം പറഞ്ഞാൽ ലിറ്ററലി പ്രൊമോഷൻ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവർ പറയുന്ന മൈൻഡ് ചെയ്യാതെ വിടുന്നതായിരിക്കും ഏറ്റവും വൃത്തി. ഇപ്പൊ നമ്മൾ പറഞ്ഞു വിചാരിച്ചു, അപ്പൊ തന്നെ അവർക്ക് അറിയാലോ ഇതാണ് കുട്ടി. അപ്പൊ ആ കുട്ടിയെ എന്തെങ്കിലും ഉപദ്രവിക്കുവോ? അതാണ് പേടി. ഇപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ മിനു, ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇല്ല, മമ്മൂട്ടി അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ, പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പം മമ്മൂട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി. ചുമ്മാ നടന്ന മമ്മൂക്കയുടെ പേര് മത്സരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന പുള്ളിയുടെ ചോദിക്കുക, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾ മാത്രമേ ഈ ലോകത്ത് വിശ്വസിക്കത്തുള്ളൂ കേട്ടോ. ലോകത്ത് ഒരു മനുഷ്യരും വിശ്വസിക്കത്തില്ല. പ്രത്യേകിച്ച് ഇവർ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. എന്തായാലും മമ്മൂക്കയും മോഹൻലാലിനെയും കൂടെ ഉള്ളായിരുന്നു ഇവർ പിടിച്ചിടാൻ. അതെന്തായാലും ഇവർ കറക്റ്റായിട്ട് കാര്യം സാധിച്ചിട്ടുണ്ട്. മമ്മൂട്ടി മോഹൻലാലിനെ ഇവർ പിടിച്ചിട്ടിട്ടുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്, അവരാരും ഇതിൻ്റെ ഒന്നും പുറകെ പോകത്തില്ല. കാര്യം അവർ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന സമയം തൊട്ട് ഇതെല്ലാം അവർ കേട്ട് മടുത്തതാണ്. അവർ ഇതിൻ്റെ കാര്യം പൊക്കി പിടിച്ചുകൊണ്ട് പോകാനോ അവർ കേസ് കൊടുക്കാൻ പോകാനോ ഒന്നും ചെയ്യത്തില്ല. ഇവർ നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ പേര് പറയുന്നത് ഭയങ്കര ഹൈപ്പല്ലേ. ഇവരുടെ കയ്യിൽ ഒരു തെളിവില്ല, ഒരു കുന്തവും ഇല്ല. അതില്ലാത്തടത്തോളം കാലം ഒരു കാരണവശാലും വിശ്വസിക്കാനും പറ്റത്തില്ല. ഇനി ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇപ്പം മലയാളി വാർത്ത അങ്ങനെ കണ്ട് പറയുന്ന ഏതൊരു ചാനലിലും വീണ്ടും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഓടി നടന്ന് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തി. എന്നാലും അത് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാര്യം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അന്ധമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, അവരെന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പേരിൽ കേസ് കൊടുക്കണം. കാര്യം ഇവരിങ്ങനെ വന്നിരുന്ന് തോന്നിവാസം പറയുന്നത് ശരിയുള്ള പരിപാടിയല്ല. അവർക്ക് വായി തോന്നുന്ന എല്ലാവരെയും പറ്റിയിട്ട് വന്നിരുന്ന് ഇങ്ങനെ അലിഗേഷൻ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഒരു തെറ്റും മേ ബി ചെയ്യാത്ത ആൾക്കാരായിരുന്നാണെങ്കിലോ ഇവരിത് പറയുന്നത് മുഴുവനും കേട്ടോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും കൊള്ളാം. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.